വാശിയേറിയ മത്സരം നടന്ന കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് സിറ്റിംഗ് എംഎൽഎ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നേരിയ മേൽക്കൈ. മുന്നണി വോട്ടുകൾക്ക് അപ്പുറമായി ന്യൂനപക്ഷ വോട്ടുകളുടെയും വ്യക്തിപരമായ വോട്ടുകളുടെയും പിന്തുണയോടെ വിജയിക്കാം എന്നതാണ് വിലയിരുത്തൽ. NSSലുണ്ടായ പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അനുകൂല വോട്ടുകളായി മാറിയെന്ന് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. 2001 മുതൽ പത്തനാപുരത്തെ MLA ആയ കെ ബി ഗണേഷ് കുമാർ ഇത്തവണ നേരിട്ടത് കടുത്ത പോരാട്ടം. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയ വെല്ലുവിളി നേരിയ ഭൂരിപക്ഷത്തിൽ മറികടക്കാനാകുമെന്നതാണ് പ്രതീക്ഷ. 2021 14,336 ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ചാമക്കാലയ്ക്ക് കഴിഞ്ഞിരുന്നു. 75.17% പോളിംഗ് നടന്ന മണ്ഡലത്തിൽ 1,35,180 പേരാണ് വോട്ട് ചെയ്തത്. 12,171 സ്ത്രീ വോട്ടർമാരാണ് പുരുഷന്മാരെക്കാൾ അധികമായി ബൂത്തുകളിലെത്തിയത്. LDF വോട്ടുകൾക്കൊപ്പം വ്യക്തിപരമായ വോട്ടുകളും സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയും ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും ലഭിക്കുമെന്ന് ഗണേഷ് കുമാർ കരുതുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഗണേഷ് കുമാറിനെ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയതും വ്യക്തിപരമായ ആക്ഷേപങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വലിയ മുന്നേറ്റമാണ് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, മേലില പഞ്ചായത്തുകളിലെ ലീഡിലൂടെ LDFന് മറികടക്കാൻ കഴിയുമെന്ന് UDF ക്യാമ്പ് കരുതുന്നു. ഗണേഷ് കുമാറിനെതിരായ NSSലെ പ്രശ്നങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അനുകൂല വോട്ടുകളായെന്നും വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടി ഉണ്ടായാൽ വിജയിക്കാൻ പോകുന്ന ഘടകമാകുമെന്നതാണ് കണക്കുകൂട്ടൽ. ബൂത്ത് തല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 10,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷം എന്നതാണ് UDFന്റെ പ്രതീക്ഷ. NDA വോട്ടുകളെല്ലാം 2020 സ്ഥാനാർത്ഥിക്ക് ലഭിച്ചോ എന്നത് സംശയമാണ്. 2.5 പതിറ്റാണ്ടിന്റെ മണ്ഡല പരിചയവും വ്യക്തിപ്രഭാവവും കൊണ്ട് എതിർവികാരങ്ങളെ മറികടന്ന് വിജയിക്കാനാകുമെന്നതാണ് LDFന്റെയും ഗണേഷ് കുമാറിന്റെയും വിശ്വാസം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.